ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവ 60 ആണ് വണ്ടി. ജനറൽ സർവീസും അതേപോലെ ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്. എഞ്ചിൻ്റെ ക്യാം ചെയിൻ ടെൻഷനർ സൗണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്യാം ഗ്രീസ് ചെയ്യുന്നുണ്ട്. ലൈനർ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഈ ബ്രേക്ക് ക്യാം ആയാലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നിലവിൽ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണുണ്ട്. എയർ ഫിൽട്ടറൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. മാറേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടില്ല. ഇതിപ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈനർ തന്നെയാണ്, അല്ല എയർ ഫിൽട്ടറാണ്. ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗമായാലും വേറെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് പുതിയ ബെൽറ്റാണ് കിടക്കുന്നത്. അപ്പോൾ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ ഇതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. വേറെ കംപ്ലൈൻ്റ് എന്ന് പറയാനൊന്നുമില്ല. ഇത് ക്ലച്ച് ഷൂ ആണ്, വെയിറ്റ് സെറ്റ് യൂണിറ്റ് എന്ന് പറയും. അതിൻ്റെ പിന്നെ ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, അതാണ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരല്പം ഗ്രീസ് ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ വന്ന പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട്. ആ വീലുമ്മയും അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രസൻസ് കണ്ടതുകൊണ്ട് നമ്മൾ അഴിച്ച് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ വർക്കുകളൊക്കെ നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കും നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ച് ക്ലീനിങ് നടത്തും. ക്യാമൊക്കെ ഗ്രീസിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും. അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറാനുണ്ട്, അതേപോലെ ടെൻഷനർ മാറാനുണ്ട്. ഈ 2 വർക്ക് നമുക്ക് അതിന് പുറമെ വന്ന വർക്കുകളാണ്. ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റാണ്, അപ്പോൾ 2 കേബിളാണ് വരാം. ആക്സിലേറ്റർ എ ത്രോട്ടിലും ബി ത്രോട്ടിലും 2 കേബിൾ വരുന്നുണ്ട്. ആ 2 കേബിൾ നമ്മൾ അഴിച്ച് മാറണമെന്നുണ്ടെങ്കിൽ ആ ബോഡി കവർ ഫുള്ളായിട്ട് അഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് പോയേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നിന്ന് സാധാരണ നമുക്ക് അഴിച്ച് മാറ്റുന്ന പോലെ അത്ര സിമ്പിളായിട്ട് മാറ്റാൻ പറ്റില്ല. ബോഡി അഴിച്ചാൽ തന്നെയാണ് അത് ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ എഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ടെൻഷനർ യൂണിറ്റ് വരാം. അതും കൂടി നമുക്ക് അഴിച്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കണ ബാറ്ററി. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.896 ഇഞ്ചൊക്കെ വന്നിട്ടുണ്ട്. വോൾട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. അപ്പോൾ വലിയ താമസമില്ലാണ്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ സർവീസിലും ഇതേപോലെ തന്നെ ടെസ്റ്റൊക്കെ ഫെയിൽഡായിട്ടായിരിക്കും കാണിച്ചത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഉപയോഗിക്കുക നമുക്ക് രീതിയിൽ. അതായത് കംപ്ലയിൻറ്റ്സ് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ മീറ്റർ അത് ഡിറ്റക്റ്റ് ചെയ്യും, കംപ്ലയിൻറ്റ് കാണിക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുമ്പോൾ ബാറ്ററി മാറ്റിയാൽ മതി. എന്നാൽ ബാറ്ററി ഡാമേജിലാണ് ഓടിക്കൊണ്ടിരിക്കണമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. സെൽഫ് എടുക്കാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ എന്നുള്ള ദിവസം മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ ഈ ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ഞാനിത് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാം. കാരണം ഇത് ഫുള്ള് ആ പേപ്പറൊക്കെ ഇരുന്നിട്ട് ഉരുക്കി പിടിച്ചോണൊക്കെ വല്ലാത്തൊരു അവസ്ഥയൊക്കെയാണ്. ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാം. ഞാൻ അതും കൂടി എസ്റ്റിമേറ്റിലൊന്ന് പെടുത്തിയേക്കാം കേട്ടോ. എന്നിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ആക്സിലേറ്റർ കേബിളും അതേപോലെ ആ മീറ്ററിൻ്റെ ഗ്ലാസ്, എൻജിൻ ഓയിൽ, ക്യാം ചെയിൻ്റെ ടെൻഷനർ, ജനറൽ സർവീസ്, ഇത്ര ഐറ്റംസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ടയറിൻ്റെ കണ്ടീഷൻ വളരെ ശോകാവസ്ഥയാണ് ബാക്കിലത്തെ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സെൻട്രലിലെ ഈ ലൈനൊക്കെ നോക്കുമ്പോൾ സെൻട്രലിൽ കട്ടാന്ന് പറയാനായിട്ടില്ല. ഈ സൈഡിലെ ഇത് മാത്രമാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ മാറേണ്ട കിലോമീറ്ററൊക്കെ ഓൾറെഡി കഴിഞ്ഞാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. തന്നെയല്ല നമുക്കത് മാറ്റിയിടുന്ന സമയത്ത് ഈ മോഡൽ കട്ടിയൊന്നും എടുക്കാതിരിക്കുക. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ടയർ കിടക്കുന്നുണ്ട്, സാപ്പർ മോഡൽ. അതിന് ശരിക്കും കമ്പനി വന്ന മോഡൽ അതാണ്. ഈ മോഡൽ കേട്ടോ, ഈ മോഡൽ ചൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് മാക്സിമം വണ്ടി ഓടിക്കാനൊക്കെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും കിട്ടാനായിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ടയർ ഈ മോഡലാണ്. കമ്പനി ഇപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോളോ, സിയേറ്റർ, MRF ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എന്ന് വെച്ചാൽ മോഡൽ ഡിസൈൻ എടുക്കുമ്പോൾ അത് എടുക്കണതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തായാലും നമ്മൾ ഈ കാണുന്ന കംപ്ലയിൻസുകൾ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യണമെന്നുള്ളൂ. ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഓൾറെഡി കംപ്ലയിൻസുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. തന്നെയല്ല ആക്സിലേറ്റർ കേബിൾ നമുക്ക് എന്തായാലും നമുക്കത് മാറ്റേണ്ടതാണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ തന്നെയും ഫുൾ ജാമാണ്. അപ്പോൾ അത് കംപ്ലയിൻറ്റ്സ് നമ്മൾ ജനറൽ സർവീസ് നമ്മൾ ചെക്ക് ചെയ്യണു. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് അറിയിക്കും. നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ആ എസ്റ്റിമേറ്റും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഒന്ന് റിപ്ലൈ ഇടാം.
അതനുസരിച്ച് വേണം ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.